ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്വീറ്റ് സ്റ്റോൺസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ? യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കാണുന്നതല്ല ഞാൻ പറയുന്നത്. യാത്രകൾ, ആ ഡ്രൈവ്, അല്ലെങ്കിൽ ആ സ്ഥലത്തോട്ട് പോകുന്നത്. അത് ചിലപ്പോൾ കാറിനായിരിക്കാം, വണ്ടി ഓടിച്ചായിരിക്കാം, ബസ്സിനായിരിക്കാം, ട്രെയിനിനായിരിക്കാം, എന്താണെങ്കിലും യാത്രകൾ എൻജോയ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാലും മതി, പക്ഷെ സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിക്കും യാത്രകളും ചെന്നെത്തുന്ന സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ ഒത്തിരി ഹൈപ്പ് ഉള്ള സ്ഥലങ്ങളായിരിക്കാം, ഹൈപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം. ഏതാണെങ്കിലും വി ആക്ച്വലി എൻജോയ് ബോത്ത് പാർട്സ്. എന്നാലും ഞങ്ങൾക്കൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ഡ്രൈവിങ്ങിനോടുണ്ട്. അങ്ങനെ ഡ്രൈവ് ചെയ്ത സ്ഥലങ്ങളിൽ പോകുമ്പം യു ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഡ്രൈവിങ് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ ഒരു അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പരദീസ എന്ന് വിളിക്കാൻ പറ്റുന്ന ദി ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ്. അതാണ് ശരിക്കും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബേസിക് ആയിട്ട് ആൾക്കാർ വിചാരിക്കുന്ന, പക്ഷേ വേൾഡിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയ ഡ്രൈവുകളിലൊന്നാണ്. ഒരു സൈഡിൽ അങ്ങനെ മാനം മുട്ട നിൽക്കുന്ന മലകളും മറ്റൊരു സൈഡിൽ പാറക്കെട്ടിൽ വന്നിരിക്കുന്ന കടലും. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബേർഡ് റോക്ക് ലുക്കൗട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് ഓഷ്യൻ റോഡിന്റെ ഒരു ഭാഗമൊന്നുമല്ല, പക്ഷെ പോകുന്ന റൂട്ടിലുള്ള ഒരു പോയിന്റാണ്. ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു 3 മാസം ആകുന്നു. അങ്ങനെ ഈ 3 മാസത്തിനിടയിൽ ഞങ്ങളോട് ആൾക്കാർ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പോയി തുടങ്ങി. ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് പോയോ? ഇതാ എല്ലാവരുടെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നവരുടെയും ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നവരുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ്. ബട്ട് ദിസ് ഇസ് നോട്ട് ബേസിക് ആസ് ഇറ്റ് സേസ്. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് ഡ്രൈവ്സ് ഇൻ ദ ഹോൾ വേൾഡ്. അതിൻ്റെ കാരണമൊക്കെ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേരും വേറെ ആരോടും ഇത്ര സ്ഥലങ്ങൾ കാണാനുണ്ട്, കണ്ടു തീർക്കണം, അങ്ങനെ വലിയ പ്രഷറൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. കിട്ടുന്നതൊക്കെ ബോണസായിട്ട് കൂട്ടാം, കാണുന്നതൊക്കെ നമുക്ക് ഒരു അഡീഷണൽ സന്തോഷമായിട്ട് കൂട്ടാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങളുടെ യാത്ര. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയിന്റിലെത്തി. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു വ്യൂ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ബോണസ് തന്നെയല്ലേ? എന്ത് തോന്നുന്നു? ഇതെന്ന് പറയുന്നത് ഒരു 30-40 മീറ്റേഴ്സ് കടലിൻ്റെ ആ ഒരു ഹൈറ്റിൽ നിന്ന്, ആ ഒരു സീ ലെവലിൽ നിന്ന് ഹൈ ആയിട്ടുള്ള ഒരു ക്ലിഫ്, ആ ക്ലിഫിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോം, അധികം ആരും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയതൊരു ഡ്രോൺ വ്യൂ ആണ്. ഒരു കടലും കരയും മലയും ഒക്കെ ജോയിൻ ആവുന്ന ഒരു സ്പോട്ട്. അധികം വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. ഞങ്ങൾ ഒരു 1 hour ജേർണി കഴിഞ്ഞിട്ട് ഒന്നിരിക്കുന്ന ഇവിടെ. ദിസ് പ്ലേസ് ഈസ് വെൽ നോൺ ഫോർ ദ സീ ബേർഡ്സ് ദാറ്റ് റെസ്റ്റ് ആൻഡ് ഫ്ലൈ അറൗണ്ട് ദ ക്ലിഫ്സ്. അതുകൊണ്ടായിരിക്കും ഇതിനെ ബേർഡ് റോക്ക് ലുക്കൗട്ട് എന്ന് വിളിക്കുന്നത്. ഇന്നൊരു ഹോളിഡേ ആയിട്ടും ഇവിടെ എങ്ങും ആരെയും കാണാത്തത് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. പക്ഷേ പിന്നെ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പം ഈ ഒരു കൺട്രിയിലും ഈ ഒരു കൾച്ചറിലും ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. എല്ലാവരും അവരവരുടെ ടൈമിനെയാണ് ഒരുപാട് വാല്യൂ ചെയ്യുന്നത്. ആ ഒരു ടൈം അവർ ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയുടെയും ക്ലോസ് ഫ്രണ്ട് സർക്കിളിൻ്റെയും കൂടെയാണ്. ചില ആൾക്കാരുണ്ട് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റീജിയനിൽ ആരും അങ്ങനെ അധികം സെലിബ്രേഷൻസിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. അവരുടെ ടൈം തീരെ, അവരുടെ ടൈം എന്ന് പറയുന്നത് അവരുടെ ക്ലോസ് സർക്കിളും ക്ലോസ് ഫാമിലിയിലും ക്ലോസ് ഫ്രണ്ട്സിനും വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവരുടെ കുറേ ക്വാളിറ്റി ടൈമിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എസ്പെഷ്യലി ക്രിസ്മസ് ഡേയിൽ അധികം ആരെയും പുറത്തൊന്നും കണ്ടില്ല. എല്ലാവരും വീട്ടിൽ നല്ല ഫുഡൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സെയിം ഫീലാണ് ഞങ്ങൾക്ക് സിറ്റിയിലോട്ടൊക്കെ മൂവ് ചെയ്തപ്പോഴും തോന്നുന്നത്. സിറ്റിയിലേക്ക് ഞങ്ങൾ പോയി ക്രിസ്മസിൻ്റെ ആ ഒരു മന്തിൽ ഫുള്ള് നോക്കിയപ്പോൾ ഒരുപാടൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് ലൈറ്റ്സ്, കുറച്ച് വൈബ്സ്, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരുപാട് നമ്മുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഫീൽ തോന്നോ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയില്ല. ചിലപ്പം ദുബായിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നിയത്. എനിവേയ്സ്, ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് യാത്ര തുടർന്നു. എന്നെ സംബന്ധിച്ച് ഓരോ യാത്ര ഓരോ തിരിഞ്ഞുനോട്ടമാണ്. മുന്നോട്ട് യാത്ര പോകും തോറും മെമ്മറീസ് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ സഞ്ചാരത്തിൽ യു വിൽ ഫൈൻഡ് യുവർ സെൽഫ്. നമ്മൾ തന്നെ നമ്മളെ മറന്ന, നമ്മളെ ഉപേക്ഷിച്ച ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ തിരിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ 2ാമത്തെ സ്ഥലത്തെത്തി. ദാറ്റ് വാസ് കോൾഡ് ബെൽസ് ബീച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലവുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പക്ഷേ നമ്മൾ പാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് അത്യാവശ്യം ഒരു വോക്കുണ്ട്. ആ ഒരു വോക്ക് വന്നൊരു പ്ലാറ്റ്ഫോമിലെത്തും. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണ്ടും നമുക്ക് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമുക്ക് ബീച്ചിലെത്താം. ബെൽസ് ബീച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബീച്ചസ് ഇൻ ഓസ്ട്രേലിയ. എസ്പെഷ്യലി അവർ ഒരു സർഫിംഗ് ബീച്ചായിട്ടാണ് ഇതിനെ കാണുന്നത്. നേരത്തെ കണ്ട ബീച്ചുമായിട്ട് ഇതിന് ഒത്തിരി സമയമുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. സമയം ഒരു 10-11 മണിയായി. പിന്നെ നമുക്ക് വലിയ ധൃതിയില്ല, കാരണം അധികം സ്ഥലങ്ങൾ കണ്ടു തീർക്കണം എന്നുള്ള വാശിയോ പ്ലാനിങ്ങോ ഒന്നുമില്ല.
ഞാനിപ്പോൾ ഈ പറയുന്നത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ലേറ്റ് 80s 90s കിഡ്സ്, ഈ കിഡ്സ് എന്നൊന്നും വിളിക്കാൻ പാടില്ല, 90s അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരവരുടെ ലൈഫിലും കരിയറിലും ഒരു 10, 12 അല്ല 15 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെ നേടി മുന്നോട്ട് നോക്കുമ്പോഴായിരിക്കും മിസ്സിങ് സംതിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലൈഫ് ഒരു നഷ്ടമാണെന്നല്ല, പക്ഷേ യു വേ സംതിങ് എൽസ് കുറച്ചു കാലം മുന്നേ ടു ബിക്കം ദ വൺ യു ആർ നൗ. പണ്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന നിങ്ങളുടെ കുറച്ച് ഇഷ്ടങ്ങളും കുറച്ച് സന്തോഷങ്ങളും കുറച്ച് കഴിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. അതിലേക്കൊക്കെ ഉള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് ശരിക്കും ഓരോ യാത്രയും. അങ്ങനെ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ ഈ ചെറിയ യാത്രയിലെ 3rd സ്പോട്ടിലെത്തി. ദ പോയിന്റ് അഡീസ് ബീച്ച് ലുക്കൗട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലുക്കൗട്ട് പോയിൻ്റാണ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെയാണ്. ഈ സ്ഥലം ആക്ച്വലി വളരെ ദൂരെയാണ് സിറ്റിയിൽ നിന്ന്. സിറ്റിയുടെ ലൈറ്റ്സ് ഒന്നും എത്തിപ്പെടാത്തൊരു സ്ഥലം. അപ്പം ഈ സ്ഥലത്ത് രാത്രി നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കി വേ അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ റീസെൻ്റ്ലി ഇവിടെ 2ാമതൊരു തവണയും കൂടെ വന്നിട്ടുണ്ട്. അതായത് ക്രിസ്മസിനും ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിനും ഇടയ്ക്ക്. അന്നേരമാണ് ഞങ്ങൾ ശരിക്കും അറോറ കാണാൻ സാധിച്ചത്. ഓക്കെ, ഞങ്ങൾ ഈ ലുക്കൗട്ടിൽ എത്തിയപ്പോൾ തീരുമാനിച്ച് എന്തായാലും ഇവിടെ കുറേ സ്റ്റെപ്പുണ്ട്, അതുമൊക്കെ ഇറങ്ങി താഴെ വരെ എത്താം. അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടും ഈ സ്ഥലം അങ്ങോട്ട് ബീച്ചിലേക്ക് എത്തുന്നില്ല, അധികം ആളുകളും ഇല്ല. എന്നാലും ദാറ്റ് വാക്ക് വാസ് റിയലി അമേസിങ്. അധികം ടയറിങ് ആയിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും സമ്മർന്ന് വിളിക്കുന്നു. മേ ബി ഒരുപാട് ചൂടുള്ളിടത്തുനിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ സമ്മറിനെ വലിയൊരു സമ്മറായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ താഴെയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത തോന്നി. ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നത് ഒരുപാട് കേവ് ഒക്കെ എടുത്താണ് വന്നത്. അപ്പോൾ നമുക്കൊരു ലോങ് സ്ട്രെച്ച് ഓഫ് ബീച്ച് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വി ക്യാൻ ആക്ച്വലി സീ എ ലോങ് സ്ട്രെച്ച് ഓഫ് ദ ബീച്ച്. ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെയും സ്പെൻഡ് ചെയ്തു. ആക്ച്വലി അധികം ആരെയും അവിടെ കണ്ടില്ല. അധികം എന്ന് പറഞ്ഞാൽ ആകെ ഒരാളെ മാത്രമാണ് അവിടെ കണ്ടത്. ഇത് പക്ഷേ ഫേമസ് ഒരു സർഫിംഗ് ബീച്ചായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും കാര്യങ്ങളും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും അധികം ആരെയും നമ്മളവിടെ കണ്ടില്ല. നമ്മുടെ കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ബീച്ച് കണ്ട ഉടനെ വാ അപ്പാ വെള്ളത്തിൽ കളിക്കാം. പക്ഷേ ആദ്യത്തെ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വേണ്ടെന്ന് തീരുമാനിച്ച് നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പൊക്കെ തിരിച്ച് എണ്ണി കയറി മേളിലെത്തി വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു നിർത്തിയത് യാത്രകളൊക്കെ നമുക്ക് നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അങ്ങനെ പഴയ കാലത്തിലേക്ക് നമ്മൾ ഓർമ്മകളുമായിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്കൊരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, നമ്മൾ കുറേ നാളായിട്ട് മറന്നു പോയിരുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ നമ്മുടെ ചില കഴിവുകളായിരിക്കും. കാരണം നമ്മുടെ കരിയറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം ആ കഴിവുകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. പക്ഷേ ശരിക്കും നമ്മുടെ പാഷനായിരുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലർക്കത് പാട്ട് പാടാനായിരിക്കാം, എഴുതാനായിരിക്കാം, വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോടൊത്തിരുന്ന് സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ഡ്രൈവ് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്വയം മറന്ന് പാട്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല സ്ലീപ്പായിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് ഓൾ എ പാർട്ട് ഓഫ് അവർ ലൈഫ് വൺസ് വി വെർ റിയൽ അസ്. അപ്പോൾ നമ്മൾ റിയൽ അല്ല എന്നല്ല, നൗ ദ വേൾഡ് ഹാസ് മെയ്ഡ് എസ് സംതിങ് എൽസ്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഗ്രേറ്റ് ഓഷൻ റോഡിലെത്തി. ദിസ് ഈസ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ്. ഇറ്റ്സ് ലൈക്ക് എ ഗേറ്റ്. ഇതിൻ്റെ കവാടമാണ്. ഈ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദി ഗ്രേറ്റ് ഓഷൻ റോഡ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ശരിക്കും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. ഇതാണ് ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ്. അത് ശരിക്കും ഒരു വഴിയല്ല, അതൊരു അനുഭവമാണ്. കടലിൻ്റെ ഒരു നീല മനസ്സും പാറകളുടെ നിശബ്ദമായിട്ടുള്ളൊരു പ്രയറും കാറ്റിൻ്റെ ഒരു മൃദുലമായ സ്പർശവും ഇതൊക്കെ അങ്ങനെ ഒരേ താളത്തിലടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ വളവിലും ഓരോ കഥകൾ കേൾക്കാൻ പറ്റും. ഓരോ നിമിഷവും നമ്മൾ മന്ദഗതിയിലുള്ള യാത്രയായിരിക്കും. കാരണം അധികം സ്പീഡിൽ അത് പോയാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. സ്പീഡല്ല അവിടെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോകാൻ പറ്റിയാൽ അപ്പം നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഡ്രൈവ്. ഇവിടെ ശരിക്കും ഒരു ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, സ്വന്തം ആത്മാവിലേക്കുള്ള ഒരു കൈൻഡ് ഓഫ് തിരിഞ്ഞു നോട്ടോ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവോ ആണ്. ഇത് അനുഭവിക്കേണ്ട ഒരു കവിതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര. അധികം ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല. ഇപ്പം ഞങ്ങളതിൻ്റെ വേറൊരു സൈഡിലേക്ക് പോവാം. ആൻഡ് ദിസ് പ്ലേസ് ഈസ് കോൾഡ് ഷിയോക്ക് വാട്ടർഫോൾസ്. ഇത് ശരിക്കും നമ്മൾ സെലക്ട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഷ്യൻ ഡ്രൈവ് ആണ് പ്ലാൻ ചെയ്തതെങ്കിലും അതിൻ്റെ അടുത്തുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓഷ്യൻ വ്യൂ അല്ലാത്ത എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടെന്ന് ഞങ്ങൾ തപ്പിയപ്പോൾ കിട്ടിയൊരു സ്ഥലമാണ് ഷിയോക്ക് ഫോൾസ്. ഇത് ശരിക്കും ഒരു സീസണൽ വാട്ടർഫോളാണ്. ഗ്രേറ്റ് ഓട്ട്വേസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓവറോൾ ഏരിയയിലുള്ള ഒരു വാട്ടർഫോൾസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ വരുമ്പോൾ
നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ, അതായത് ആ ഓഷ്യൻ ഡ്രൈവിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്ത് നമുക്കൊരു 1.5 കിലോമീറ്റർ വോക്കുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ആ വോക്കാണ്. ആൻഡ് വെൻ വി കംപ്ലീറ്റ് ദാറ്റ് വോക്ക്, ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട് പറഞ്ഞ പോലെ. അപ്പോൾ അതവിടെ ചെന്ന് നിൽക്കുന്നിടത്ത് നമുക്കൊരു ചെറിയ വാട്ടർഫോൾസ് കാണാം. അപ്പോൾ നമ്മൾ പോയത് ഓൾമോസ്റ്റ് ഒരു സമ്മർ ആയതുകൊണ്ട് അത്ര വലിയ വാട്ടർഫോൾസ് അല്ല, ചെറുതാണെങ്കിലും പക്ഷേ അത് വളരെ ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആണ്. അതിനേക്കാൾ ഉപരി അതിലോട്ടുള്ള ഒരു വോക്ക്, അധികം കോൺക്രീറ്റ് ഒന്നും ഇട്ട് നിറയ്ക്കാതെ നമുക്ക് നടക്കാൻ പാകത്തിന് മാത്രം കോൺക്രീറ്റ് വെച്ച് ലെഫ്റ്റിലും റൈറ്റിലും അത്യാവശ്യം ഷ്രബ്സ്, ആ നേച്ചർ എങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നു അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വോക്ക്. ഇതൊരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ അധികം നടക്കാൻ അങ്ങ് ഡിസൈഡ് ചെയ്യും. ബോഡി മൊത്തത്തിലൊന്ന് മൂവ് ചെയ്യണം. പിന്നെ ഇരുന്ന് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു മരവിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറും. പിന്നെ എലീസ വണ്ടി കയറിയ ഒരു ഉറക്കം, ഒരു കരച്ചിൽ. അപ്പോൾ ഈ ഒരു നടപ്പൊക്കെ അവളും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാടിൻ്റെ അകത്തുകൂടെ നടന്ന് നമ്മുടെ ആ വാട്ടർഫോൾസിലേക്ക് എത്തുക. ഈ വാട്ടർഫോൾസ് ശരിക്കും കടലിൻ്റെ അവിടുന്ന് ഒത്തിരി ദൂരമില്ല. ഈ ഒഴുകി വരുന്ന വെള്ളം അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ ഒഴുകിയിട്ട് നേരെ വന്ന് ഒരു അഴി പോലെ കടലിനോട് ജോയിൻ ആവുക. അതായത് ഈ ഫ്രഷ് വാട്ടർ വന്ന് സീ വാട്ടറിലോട്ട് ജോയിൻ ആവുക. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇവിടെ ചെറിയ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റിയ പോലത്തെ ഒരു സ്പോട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ ഒരുപാട് ആളുകളൊന്നുമില്ല. ചിലയിടത്തൊക്കെ 1-2 നേച്ചർ സ്പോർട്സ് മാത്രമുള്ളിടത്ത് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10,000 ആൾക്കാരുണ്ടാവും. ആ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇറങ്ങാനോ ഒന്ന് നോക്കാനോ പോലും പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. ഒരു ഹോളിഡേ ആയിട്ട് പോലും 10 പേരുണ്ടായിരുന്നായിരിക്കും മൊത്തത്തിൽ. അതുകൊണ്ട് നമുക്ക് ശരിക്കും ആൾക്കാരുടെ സംസാരത്തെക്കാളും കൂടുതൽ ആ വെള്ളം വന്ന് വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. മൊത്തത്തിൽ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ തോന്നും. There's something what I believe. We all are directly or indirectly connected to nature. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഈസ് റിയൽ. നേച്ചറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാറില്ല. there's nothing artificial in that. we make things artificial. നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിൽ പോയിട്ട് മോഡിഫിക്കേഷൻസ് ചെയ്ത് അവിടെ കുഴികൾ തോണ്ടി മണ്ണ് മാന്തി കോൺക്രീറ്റ് ഇട്ട് ബിൽഡിങ്ങുകൾ പണിത്. as it is, nature is real. നമ്മളും ശരിക്കും റിയൽ അല്ലായിരുന്നു. when we were born, we were like nature. there is nothing artificial. but going forward നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, നോളജ് ഉണ്ടായി, നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പഠിച്ചു. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കുറേ റിയൽ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ പഠിക്കുന്നു. ആൻഡ് ദാറ്റ് ടൈം വി വെർ മോർ കണക്റ്റഡ് ടു നേച്ചർ. പക്ഷേ പിന്നീട് പ്രായമായി, പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്ക് കയറി, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ ഫീൽഡുകളിൽ എന്തൊക്കെ ചെയ്യുന്നു അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ ദാറ്റ്സ് വൈ വി ട്രൈ ടു ആഡ് മോർ തിങ്സ് ടു അവർ ക്യാരക്ടർ. നമ്മുടെ റിയൽ ആയിരുന്ന ഒരു ക്യാരക്ടറിലേക്ക് വി ട്രൈ ടു ഇൻജെക്ട് തിങ്സ്. ഓക്കെ, കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇവരോട് നമുക്ക് ഇങ്ങനെ ആക്ട് ചെയ്യണം, അവരോട് നമുക്ക് അങ്ങനെ ആക്ട് ചെയ്യണം. വി ട്രൈ ടു ക്രിയേറ്റ് ഫേസസ് ഫോർ അവർ സെൽഫ്, ഡിഫറെൻറ്റ് വൺസ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെന്തായാലും പോയ വഴിയൊക്കെ വീണ്ടും തിരിച്ച് നടന്ന് മുന്നോട്ട് പോവുക. വീണ്ടും അടുത്ത സ്ഥലം നോക്കി പോകണമല്ലോ. എലീസയാണെങ്കിൽ പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയുള്ളൂ. നമ്മളായിട്ട് ചെയ്യുന്നതോ നമ്മളായിട്ട് കൺട്രോൾ ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. ആൻഡ് വി വെയർ ലൈക്ക് ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ നേച്ചറുമായിട്ടൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നടന്ന പോലെ ലെറ്റർ ഓൾസോ ലീവ് യുവർ ലൈഫ്, എന്നാലല്ലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു സൈഡിൽ കടൽ, പിന്നെ അങ്ങനെ പോകുമ്പോൾ വി ആർ റീച്ചിങ് അനദർ പ്ലേസ് കോൾഡ് കെനത്ത് റിവർ നേച്ചർ വാക്ക്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ കാണുന്നതൊക്കെ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയാസാണ്. അതായത് ചില സ്ഥലങ്ങൾ പുൽമൈതാനമാണ്, ചിലയിടത്ത് ഒരു റിവറുണ്ട്, ചിലയിടത്ത് ഒരു സ്പ്രിങ് ഉണ്ട്, ചിലയിടത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ഫീസ്റ്റ് ഓഫ് ദ നേച്ചർ. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലം ഒരുപാട് മനോഹരമായൊരു സ്ഥലമാണ്. അതായത് ഒരു കാട്, ആ കാടിൽ നിന്ന് നമ്മുടെ ആ കടലിനോട് ചേരുന്ന ഏരിയയിലേക്ക് വരുമ്പോൾ നല്ലൊരു മൈതാനം പോലത്തെ സ്ഥലം. ദാറ്റ്സ് എ റിയൽ വാലി. ആ വാലിയുടെ ഒത്ത നടുക്കൊരു റിവർ. ആ റിവറിൽ ആക്ച്വലി ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ബേർഡ്സ്, ആനിമൽസ്, ക്രീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നമ്മൾ അവരുടെ വിസിറ്റേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ അങ്ങനെയും ജീവിക്കുക. ആൻഡ് ദേ ആർ ലുക്കിംഗ് അറ്റ് us like okay you guys came to see us എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവർ ഒട്ടും ഫിയർലെസ് ആയിട്ട് അവരങ്ങനെ അവിടെ ജീവിക്കുന്നു. നമ്മൾ അതുവഴി അങ്ങനെ പോകുന്നു, അവരെ കാണുന്നു, കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ദേ ആർ ലൈക്ക് ബൈ. അപ്പോൾ എന്തായാലും നമ്മളൊരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ക്ലിഫ് എഡ്ജിലൂടെ, മനോഹരമായ റോഡിലൂടെ, സീഷോറൊക്കെ കണ്ട് അങ്ങനെ യാത്ര തുടർന്നു. നമുക്ക് ആക്ച്വലി തോന്നും എല്ലാ സ്ഥലത്തും ഒന്ന് നിർത്തി ഇറങ്ങണം എന്ന്. അത്ര ഭംഗിയാണ് എല്ലാ സ്ഥലവും.
പക്ഷേ എല്ലായിടത്തും നിർത്തി നിർത്തി പോയാൽ നമ്മൾ എവിടെ എത്തും എന്നറിയത്തില്ല. പിന്നെ ഈ യാത്രകളിലൊക്കെ ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഫുഡ് ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണം റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. പിന്നെ പൊതുവെ ഓസ്ട്രേലിയയുടെ ഒരു കൾച്ചർ അനുസരിച്ച് എല്ലാ ആൾക്കാരും അവരുടെ ലൈഫ് ജീവിക്കുക. ഇപ്പം ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഈ സ്ഥലമാണ് കേപ്പ് പാറ്റൺ ലുക്കൗട്ട്. ഇത് ശരിക്കും നമ്മൾ പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു ലുക്കൗട്ട് ഏരിയ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഓഷ്യൻ്റെ ഒരു ലോങ് സ്ട്രെച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു ലോങ് സ്ട്രെച്ച് ആക്ച്വലി കണക്ട് ചെയ്തിരിക്കുന്ന ക്ലിഫല്ല, ആ ഒരു പ്ലാന്റും വെജിറ്റേഷനും ഒക്കെ ഉള്ള ഒരു റിഡ്ജിലേക്കാണ് സീ വന്ന് കണക്റ്റ് ആവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു തോന്നൽ, ഇന്ന് കുറേ കടൽ കണ്ടു, ഇനി കുറച്ച് കാട് കണ്ടാലോ. കാരണം എന്തായാലും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ, നമ്മുടെ റൂട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഇറ്റ്സ് റിയലി ഡെൻസ് ഫോറസ്റ്റ്. അതിനകത്തോട്ട് പോകാൻ എന്താ സ്കോപ്പ് എന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വി സ്റ്റാർട്ടഡ് ആ ജേണി. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ നിന്ന് ചെറിയൊരു ഡൈവേർഷനൊക്കെ എടുത്ത് അകത്തോട്ട് കയറി സ്റ്റീപ്പ് വാലീസിൽ കൂടെയൊക്കെ ഒന്ന് വന്ന് ഫോറസ്റ്റിനകത്തോട്ട് കയറാനുള്ള ഒരു പരിപാടിയിലേക്കാണ്. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഗ്രേറ്റ് ഓട്ട്വേ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ്. ദിസ് ഈസ് ആക്ച്വലി വാസ്റ്റ് നാച്ചുറൽ റിസർവ്. ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്മൾ അങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ഫ്രം ദ സിറ്റി. അപ്പോൾ നമ്മൾ ആ റോഡ് സെലക്ട് ചെയ്ത് അകത്തോട്ട് പോയപ്പോൾ വി ഫൗണ്ട് എ സ്മോൾ റോഡ് ഇൻസൈഡ്. ശരിക്കും ഒരു പ്രോപ്പർലി അസ്ഫാൾട്ടൊന്നും ഇട്ട് റെഡിയാക്കിയ റോഡല്ല, പക്ഷേ ഒരു നല്ല വൃത്തിയുള്ള ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു റോഡായിരുന്നു. പക്ഷേ അന്നേരത്തേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്ക് ചെയ്യാതായി. എനിവേ നമ്മൾ സൂമൊക്കെ ചെയ്ത് മൊത്തത്തിൽ നോക്കിയപ്പം ദർ ഇസ് എ വേ ഇൻ ആൻഡ് എ വേ ഔട്ട്. സോ വി ഡിസൈഡഡ് ടു ഗോ ഇൻസൈഡ്. ഇതിനകത്തോട്ട് പോയപ്പോഴാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീസ്, അതും ഭയങ്കര ലോങ് ആയിട്ടുള്ള ട്രീസ്. ഐ തിങ്ക് മോസ്റ്റ്ലി ഇറ്റ് ഈസ് യൂക്കാലിപ്റ്റസ് ട്രീസ് ആൻഡ് ഇറ്റ് വാസ് റിയലി എ ലഷ് റെയിൻ ഫോറസ്റ്റ്. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയുള്ള ഒരു ചെറിയ റോഡിൽ 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും വെൽ ഡെവലപ്ഡ് ആണ്. റിഫ്ലക്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്, വിച്ച് ആക്ച്വലി മേക്സ് ഈസി ഫോർ ട്രാവലേഴ്സ്. നമ്മളെന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് ഇതിനകത്തൊന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഡേ. നമ്മൾ ചെറുതായിട്ട് വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പോയതുകൊണ്ട് വി ക്യാൻ ആക്ച്വലി ഹിയർ ദറ്റ് നൈസായിട്ടുള്ള കാറ്റടിക്കുമ്പോൾ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ളൊരു ചെറിയ സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കേട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ആക്ച്വലി പോയത്. ദ ജേർണി വാസ് സോ ഗുഡ്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സീനിക് വ്യൂവിൽ നിന്ന് വേറൊരു ഡിഫറെൻറ്റ് വ്യൂ. ഈ ഡ്രൈവ് നമ്മൾ എൻജോയ് ചെയ്തു, കാരണം ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഫുള്ളി ഗ്രീൻ. പിന്നെ നമ്മുടെ ഇന്നത്തെ ജേർണി എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു എയർബിഎൻബി ഉണ്ടായിരുന്നു. നമ്മൾ അതിനുവേണ്ടി സെലക്ട് ചെയ്ത സ്പോട്ട് എന്ന് പറയുന്നത് പോർട്ട് ക്യാമ്പിലാണ്. ഈ പോർട്ട് ക്യാമ്പിൽ വരെയാണ് നമ്മൾ നമ്മുടെ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ വരെ പോവുക, പിന്നെ തിരിച്ച് അവിടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ ജേണി എന്തായാലും ഈ കാടിനകത്തോടെ കയറി ഇറങ്ങി കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് പോർട്ട് ക്യാമ്പിലേക്കാണ്. അവിടെ നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൗസല്ല ശരിക്കും പറഞ്ഞ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു സെറ്റപ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഇസ് വെയർ വി റീച്ച്ഡ്. വി ഹാഡ് എ പാർക്കിംഗ്. നമുക്കുള്ള കീ അവിടെ ലോക്ക് ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്ക് ബോക്സിൻ്റെ കോഡ് അവർ തന്നിരുന്നു. ഇനഫ് സ്പേസ് വിത്ത് എ കിച്ചൺ, വിത്ത് എ ഗുഡ് ബെഡ്റൂം, TV. പിന്നെ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും നമുക്കൊന്ന് സ്റ്റേ ചെയ്യണം, മൊത്തത്തിലൊന്ന് റെസ്റ്റ് ചെയ്യണം, വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്ത് ഒന്ന് സെറ്റിലായി റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നാളെ again restarting with the next part. See you soon with the second part of this video. And thanks for watching.